بسم الله عظيم القدرة والسان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بك يا الله. اللهم صل على سيدنا محمد وعلى آله وأصحابه وسلم كما تحب وترضى عدد ما تحب وترضى. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وبشر الذين آمنوا أن لهم قدم صدق عند ربهم قال الكافرون إن هذا لساحر مبين. صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم تركت فيكم أمرين لن تضلوا ما تمسكتم بهما كتاب الله وعترتي. صدق رسول الله صلى الله عليه وسلم. ബഹുമാനമുള്ള സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങൾ ബാഫഖി, ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ മകൻ സയ്യിദ് ഹാമിദ് എംപിച്ചിക്കോയ തങ്ങൾ, മറ്റ് സയ്യിദന്മാർ, ഉലമാക്കൾ, സുഹൃത്തുക്കൾ, പ്രവർത്തകരെ, ഞാൻ ഒരു സുദീർഘമായ പ്രസംഗം ഇപ്പോൾ ചെയ്യുന്നില്ല. ഇന്നലെ രാത്രി മുഴുവനും ഉറക്കമൊഴിച്ചുകൊണ്ടുള്ള പൂർണ്ണ യാത്രയും ശേഷം രാവിലെ മർക്കസിൽ ക്ലാസും പിന്നീട് പ്രസംഗവും എല്ലാം ആയതുകൊണ്ട് ഒരൽപ്പം ക്ഷീണം ഉണ്ട്. എങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ക്ഷീണവും സുഖവും എല്ലാം തരുന്നത്. ഈ പരിപാടിക്ക് രണ്ട് പ്രത്യേകതയുള്ളത്. ഒന്ന്, ബഹുമാനപ്പെട്ട താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ പേരിലുള്ള പരിപാടിയാണ്. അതിന് സംബന്ധിക്കാൻ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നവനും ആഗ്രഹിക്കുന്നവനും ആണ്. രണ്ടാമത്തത്, സിറാജുൽ ഹുദ എന്ന ഈ സ്ഥാപനം അൽഹംദുലില്ലാഹ് ഇവിടെ ഒരു ചെറ്റക്കുടിഞ്ഞിലിൽ വെച്ച് ആരംഭിച്ച അന്നു മുതൽ
ഇതിന്റെ ഒരു ഗുണകാംക്ഷിയായി പ്രവർത്തിക്കുന്ന വ്യക്തി എന്ന നിലക്ക് ഇതിന്റെ ഒരു എളിയ മുഹിബ് പ്രവർത്തകൻ എന്ന് പറഞ്ഞുകൂടെ ഞാൻ അങ്ങനെ പ്രവർത്തിക്കാറില്ല. എന്നാലും ഈ സ്ഥാപനം വളർന്നു കാണുന്നതിൽ അങ്ങേയറ്റം സന്തോഷിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും അല്ലാഹുവിനെ അതിന്റെ പേരിൽ ആയിരമായിരം പ്രാവശ്യം സ്തുതിക്കുകയും ചെയ്യുന്നവനാണ് ഞാൻ. അതുകൊണ്ടും ഇവിടെ എനിക്ക് വരേണ്ടതുണ്ട്. സ്ഥാപനത്തിന്റെ വളർച്ച നാം എല്ലാവരും ഗൗരവത്തോടുകൂടി കണക്കിലെടുക്കണം. അതിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും ചെയ്തു കൊടുക്കണം. അതിൽ സംശയം ഇല്ലല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്ഥലത്ത് ചെറിയ ഒരു സ്ഥലം വാങ്ങി ഓല കൊണ്ട് കെട്ടിയുണ്ടാക്കിയ ഷെഡിൽ വെച്ച് പഠനം തുടങ്ങിയത് ഇന്ന് അൽഹംദുലില്ലാഹ് ഈ സ്ഥാപനവും നമ്മുടെ രണ്ടാമത്തെ സ്ഥലമായ പുതിയ സ്ഥലവും വളരെ വിശാലമായ സ്ഥലങ്ങൾ എടുക്കാനും കെട്ടിടങ്ങൾ ഉണ്ടാക്കാനും ആയിരക്കണക്കിന് കുട്ടികളെ പഠിപ്പിക്കാനും നമുക്ക് അല്ലാഹു തൗഫീഖ് തന്നിട്ടുണ്ട്. നാം അതിൽ അല്ലാഹുവിനെ സ്തുതിക്കണം. ഇങ്ങനെ നാം പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ വഴിപേച്ചു പോകും. നമ്മുടെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ ജനങ്ങളും നന്നാവണം. എല്ലാവരും നല്ല അഖീദ ഉള്ളവർ ആകണം. അതാണല്ലോ നമ്മുടെ ലക്ഷ്യം. അത് പഠിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് ദീൻ എന്താണെന്നറിയില്ല. ഞാൻ ഇന്നലെ മലേഷ്യയിൽ ഒരു വലിയ ഓഫീസിൽ അതിന്റെ മുതലാളിയുടെ അടുത്ത് അദ്ദേഹത്തിന്റെ പിതാവ് തന്നെ എന്നെ കൂട്ടിക്കൊണ്ടുപോയി. ആ ബിസിനസ്സുകാരന്റെ പിതാവ് ബാപ്പ, അയാളുടെ ബാപ്പ കേരളത്തിൽ നിന്ന് പോയ ആളാണ്. ഇവർക്കൊന്നും മലയാളം അറിയില്ല. എന്നാലും ബാപ്പക്ക് ചെറിയ ചെറിയ കണ്ടങ്ങളൊക്കെ അറിയാം. അയാള് എന്നെ കൂട്ടി എന്റെ മകന്റെ ഓഫീസിൽ വരണം, ഞാനും വരാമെന്ന് വന്നിട്ട് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി. ചെന്നപ്പോൾ മകൻ വളരെ ആദരവും ബഹുമാനവും കാണിച്ചു. എന്തല്ല, എന്റെ കാലിൽ വീടുകൊണ്ട് ചുംബിക്കാൻ ശ്രമിക്കുന്നു. ഞാനത് തടയുന്നു. അങ്ങനെ വളരെയധികം ബഹുമാനം ആദരവും കാണിച്ചു. അങ്ങനെ മർക്കസിനെ സംബന്ധിച്ചും ഇവിടുത്തെ ദീനീ പ്രവർത്തനത്തെ സംബന്ധിച്ചുമൊക്കെ പറഞ്ഞു കൊടുത്തപ്പോ ഇവൻ പറയുന്നു, ഉസ്താദെ, ഞാനും എന്റെ സ്വത്തിൽ നിന്ന് നല്ലൊരു ഭാഗം പൊതു ആവശ്യത്തിന് വേണ്ടി നീക്കിയിട്ടുണ്ട്. നല്ലൊരു സ്പോർട്സ് ക്ലബ്ബ് ഞാൻ സ്ഥാപിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ഞാൻ അത് ചെലവഴിക്കാറുണ്ട്. അപ്പൊ അവന്റെ ദൃഷ്ടിയിൽ സ്പോർട്സ് ക്ലബ്ബും മദ്രസയും മർക്കസും ഇതെല്ലാം ഒരു സ്ഥാനത്താണുള്ളത്. പഠിക്കാത്തത് കൊണ്ടുള്ള കുറ്റം. ബാപ്പ പറഞ്ഞു ഉടൻ തന്നെ, ഇവൻ കേൾക്കത്തക്ക നിലയിൽ തന്നെ, എന്റെ മകൻ നന്നായി തീരാനും എല്ലാ ദിവസവും കൃത്യമായി നിസ്കരിക്കാനും
അവന്റെ സമ്പത്ത് നല്ല വഴിക്ക് ചെലവഴിക്കാനും ദുആ ചെയ്യണം. അപ്പോൾ അവനും പറഞ്ഞു ദുആ ചെയ്യണം. ഇരുന്ന് ഫാത്തിഹ ഓതി ദുആ ചെയ്ത് ആ ചെറുപ്പക്കാരൻ കരഞ്ഞു. ഞങ്ങളവിടുന്ന് നമ്മൾക്ക് ചെറിയ സംഭാവനയൊക്കെ തന്ന് പോന്നതിന് ശേഷം പിന്നെ അവൻ മെസ്സേജ് അയക്കുന്നു, ഇന്ന് നിങ്ങളുമായി ബന്ധപ്പെട്ടതുകൊണ്ട് ഞാൻ ഒരുപാട് പരിവർത്തനപ്പെട്ടിരിക്കുന്നു. ഞാൻ ഇപ്പോഴാണ് ഇസ്ലാമിന്റെ അറിവും അതിന്റെ മഹത്വവും അയൽവീങ്ങളുടെ സ്തുതിയും എല്ലാം മനസ്സിലാക്കിയത്. ബാപ്പ എന്നെ പണ്ട് പഠിപ്പിച്ച് കുറച്ച് പഠിപ്പിച്ച് പിന്നെ ബിസിനസ്സിന് അയച്ചതാണ്. അതുകൊണ്ട് ഇന്നു മുതൽ എല്ലാ സമയത്തും എനിക്ക് നിങ്ങൾ ഉപദേശം നൽകണം എന്ന് പറഞ്ഞിട്ട് ആ ചെറുപ്പക്കാരൻ മെസ്സേജ് അയക്കും. ഇത് ഞാൻ ഈ നാട്ടുകാരോട് പ്രത്യേകമായി പറയുന്നത്, അറിവ് ഇല്ലെങ്കിൽ മനുഷ്യർ അധപ്പതിച്ചു പോകും. ഈ കുറ്റ്യാടിയിൽ തന്നെ ഇന്നത്തെ ചെറുപ്പക്കാർക്ക് ഒന്നും ഓർമ്മയുണ്ടാവുകയില്ല. പേരോട് അബ്ദുറഹ്മാൻ തക്കാഫി തന്നെ ചെറിയ ഖത്തറിനതയോ മറ്റോ ഓതുന്ന, അല്ലെങ്കിൽ അൽഫിയോ മറ്റോ ഓതുന്ന മുത്തഅല്ലിമാണ്. ആ കാലഘട്ടത്തിൽ ഇതേ സ്ഥലത്ത് ഞാൻ വഅദ് പറയുമ്പോൾ മുഹമ്മദ് നബിക്ക് ഇടക്കിടക്ക് ഭ്രാന്തുണ്ടാവലുണ്ടായിരുന്നു എന്നല്ലേ ഉള്ളത്. അതുകൊണ്ട് ആ നബി പറയുന്നതൊക്കെ എങ്ങനെ സ്വീകരിക്കാം എന്ന് നൂറുകണക്കിന് ചോദ്യങ്ങൾ എനിക്ക് വന്ന കൂട്ടത്തിൽ അന്ന് ചോദ്യങ്ങൾ ഇങ്ങനെ ധാരാളം വരും. ഇപ്പൊ വലിയ ചോദിക്കാൻ ആരും വരുന്നത് കാണുന്നില്ല, എന്താണെന്നറിയില്ല. ഏതായാലും ചോദിച്ച് ഇവിടുത്തുകാരൻ അല്ലെങ്കിലും തൊട്ടടുത്ത പ്രദേശത്തുകാരൻ ഒരു ചോദ്യം ചോദിച്ചു. ഞാനതിന് തക്ക മറുപടിയും പറഞ്ഞു. ആ പറഞ്ഞ മറുപടി ഞാനിപ്പോൾ പറയുന്നില്ല. ഏതായിരുന്നാലും അടിത്തറയില്ലാത്ത ചോദ്യമാണിത്. ഒരു മുസ്ലിമിന് അല്ലാഹുവിന്റെ ഹബീബിനെ സംബന്ധിച്ച് അങ്ങനെ വിശ്വസിക്കാനോ പറയാനോ ഊഹിക്കാനോ പാടില്ല. അങ്ങനെ ഊഹിക്കുക പോലും ചെയ്താൽ അവൻ ഇസ്ലാമിൽ നിന്ന് വ്യതിചലിച്ചു പോകും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഒരു കാലഘട്ടം ഈ കുറ്റ്യാടിയിൽ ഉണ്ടായിരുന്നു. അതുപോലെ അല്ലാഹുവിന്റെ ഹബീബിനെയും അവിടത്തോട് ബന്ധപ്പെട്ട ആധാറുകളെയും എല്ലാം പുച്ഛിച്ച് തള്ളുന്ന ചിന്താഗതിക്കാർ വളർന്നു വരുന്നൊരു കാലഘട്ടം ഇവിടെയുണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ് ഇന്ന് എന്റെ അഭിപ്രായമനുസരിച്ച് ആ കാലഘട്ടത്തിലുള്ള വിഷാദത്തിൽ മുരടിച്ചു കിടക്കുന്ന ഏതെങ്കിലും ചിലരൊക്കെ ഒഴിച്ച് ചെറുപ്പക്കാരായ കുട്ടികളൊക്കെ ചിന്തിക്കാൻ തുടങ്ങി നല്ലൊരവസ്ഥയിലേക്ക് വരുന്നു. എന്തുകൊണ്ട്? നമ്മുടെ സ്ഥാപനം വന്നതുകൊണ്ട്. സ്ഥാപനത്തിൽ നമ്മൾ വേറെ ഒന്നും പഠിപ്പിക്കുന്നില്ല. ഇവിടെ ഇപ്പോൾ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകാറുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ. ഞങ്ങളുടെ ഒരൊറ്റ സ്ഥാപനത്തിനും ഒരു കലിമത്ത് പോലും രാഷ്ട്രീയം പറയാൻ പാടില്ലെന്ന് കർശനമായ നിയമമാണ് ഞങ്ങൾക്കുള്ളത്. മർക്കസ് സഖാവത്ത് സുന്നിയയിലെ ഹൈസ്കൂളിൽ ഒരിക്കൽ മാഷന്മാരെ യോഗം കൂടി. ഞാൻ ഇടക്കിടക്ക് മാഷന്മാരെ വിളിച്ചിട്ട് യോഗം ചെയ്തു. അപ്പോ ഞാൻ പറഞ്ഞു, ഇവിടെ ഏതോ ഒരു മാഷ് രാഷ്ട്രീയം പറയുന്നതായി അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങനെ പറയാൻ പാടില്ല.
ഈ കമ്പൗണ്ടിനുള്ളിൽ ഒരൊറ്റ കുട്ടിയും രാഷ്ട്രീയം പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ വേറെ ഒരു സ്കൂളിൽ നിന്ന് പ്രൊട്ടക്ടർ അധ്യാപകനായി വന്ന ഒരാളുണ്ടായിരുന്നു. പാർട്ടി ഞാനിപ്പോ പറയുന്നില്ല. അയാൾ പറഞ്ഞു അവരവരുടെ അഭിപ്രായം പറയാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ എന്റെ വായിൽ നിന്ന് വന്നത് അതിന് എന്റെ അടുക്കളയിൽ പോയിട്ട് പറയണം, ഇവിടെ അത് പറയാൻ പറ്റൂല എന്ന് ഗൗരവത്തിന് ദേഷ്യം പിടിച്ച് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഒരു മാഷെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാളെ പെട്ടെന്ന് നീക്കാനൊന്നും കഴിയൂല. അതൊക്കെ എനിക്ക് അറിയാത്തതുകൊണ്ടല്ല, എന്റെ വായിൽ അങ്ങനെയാ വന്നത്. ആ വന്നത് അള്ളാഹുവിന്റെ തൗഫീക്ക് കൊണ്ട് അന്ന് മുതൽ 11ാമത്തെ ദിവസം ഈ മനുഷ്യനെ അയാൾ നേരത്തെ പഠിപ്പിച്ചിരുന്ന സ്കൂളിലേക്ക് ഒഴിവ് വന്ന് അങ്ങോട്ട് തന്നെ മടക്കി ഗവൺമെന്റ് വിളിച്ച് അയാൾ പോവുകയും ചെയ്തു. ആ മുസീബത്ത് പോയി. ഇത് ഞാൻ പറഞ്ഞത് അത്രയും ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ ഉള്ളിൽ രാഷ്ട്രീയം പറയുകയില്ല. ഒരു വ്യക്തിയെയും വ്യക്തിഹത്യ ചെയ്യുന്ന വാക്കുകൾ ഞങ്ങളുടെ ക്ലാസുകളിലോ മറ്റു സമയങ്ങളിലോ പറയില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഇന്നും മർക്കസ് തഖാഫത്ത് സുന്നിയയിൽ ഇന്ന് രാവിലെയും ഞാൻ ദർസ് നടത്തിയിട്ടുണ്ട്. എന്നാൽ എന്റെ ക്ലാസ്സിൽ 800 വിദ്യാർത്ഥികളുണ്ട്. രാവിലെ സഹീഹുൽ ബുഖാരി ഓതുന്ന, ഇന്ന് വ്യാഴാഴ്ച ഹിക്കമ് ആണ് ഓതിയത്, ഹിക്കമ് ഓതുന്ന ആ ക്ലാസ്സിൽ 800 വിദ്യാർത്ഥികളുണ്ട്. അങ്ങനെ എല്ലാ കൊല്ലവും ഉണ്ടാകാറുണ്ട്. ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിയോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, അവിടെ ക്ലാസ്സിൽ വെച്ചുകൊണ്ട് ഇന്ന് ലോകത്ത് നടക്കുന്ന തർക്കങ്ങളോ കുഴപ്പങ്ങളോ പ്രശ്നങ്ങളോ പറയാറുണ്ടോ? ഞങ്ങൾ ഒന്നും പറയാറില്ല. ഞങ്ങൾ ക്ലാസ് എടുക്കും, അവിടെ പറയുന്ന വിഷയം ചർച്ച ചെയ്ത് പഠിപ്പിച്ചു കൊടുക്കും. അല്ലാതെ മറ്റൊരു വ്യക്തിയെ ആക്ഷേപിക്കുകയോ തള്ളിപ്പറയുകയോ ചെയ്യുന്ന പതിവ് ഞങ്ങളുടെ സ്ഥാപനത്തിൽ എവിടെയുമില്ല. മർക്കസിൽ ഇല്ല. ആ മർക്കസിൽ നിന്ന് പഠിച്ച പേരോടിന്റെ ഈ സ്ഥാപനത്തിലില്ല, മറ്റൊരു സ്ഥാപനത്തിലും ഇല്ല. ഇത് ഞാൻ നാട്ടുകാരോട് പറയുന്നത്, നാം അങ്ങനെയാണ് വളരേണ്ടത്. കുഴപ്പവും വക്കാണവും ഭിന്നതയും പറഞ്ഞുകൊണ്ട് പഠിച്ച് അതിൽ സന്തോഷിക്കുന്ന വിഭാഗമായി നാം ഒരിക്കലും മാറിപ്പോകരുത്. അഖറബുന്നാസി ഇൻദല്ലാഹി അഹ്സനുഹും അഖ്ലാഖൻ, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ വെച്ച് അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്തത് സൽസ്വഭാവം ഉള്ളവരാണ്, ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ് എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ മഹത്തായ സ്വഭാവം അതാണ് സിറാജുൽ ഹുദയിൽ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നാട്ടുകാരോട് പറയാനുള്ളത്, നിങ്ങളെല്ലാം സഹായിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ കാണുന്ന എല്ലാവിധ ഉയർച്ചയും വളർച്ചയും. ഞങ്ങൾ അധ്വാനിക്കുന്നുണ്ടെങ്കിലും പേരോട് രാപ്പകലില്ലാതെ അധ്വാനിക്കുന്നുണ്ട്, കൂട്ടുകാർ അതിന്റെ കൂടെ സഹായിക്കുന്നുണ്ട്. എങ്കിലും നാട്ടുകാരുടെ അകമഴിഞ്ഞ സഹായം, വിദേശത്തും സ്വദേശത്തുമുള്ള ആളുകളുടെ സഹായം തന്നെയാണ് ഇതിന്റെ വളർച്ച. അതിനിയും നിങ്ങൾ തുടരണം, കൂടുതൽ സഹായിക്കണം എന്ന് ഞാൻ ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുപാട് കാലം ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാനും പറയാനും തൗഫീഖ് നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട താജുൽ ഉലമ അസ്സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി നവ്വറല്ലാഹു മർഖദഹു വനഫഅനാ ബിഹി ഫിദ്ദാറൈൻ, മഹാനവറുകൾ, അവരെ പരിചയം ഒരർത്ഥത്തിൽ ഇല്ലാത്തവർ ആരുണ്ടാവില്ല. ഹിന്ദുക്കളുമില്ല, മുസ്ലിമീങ്ങളുമില്ല.
ക്രിസ്ത്യാനികളുമില്ല, ലോകത്തെവിടെയില്ല. ബഹുമാനപ്പെട്ട തങ്ങള് വഫാത്തായ അന്ന് തന്നെ പരിശുദ്ധ മക്കയിലെ സയ്യിദ് അബ്ബാസ് മാലിക്കി തങ്ങൾ വിളിച്ചിട്ട് ചോദിക്കുന്നത് എപ്പോഴാണ് കുളിപ്പിക്കലും നിസ്കാരവും കഴിഞ്ഞത്. ഞാൻ സമയം എന്തിനാ, കുളിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് മയ്യത്ത് നിസ്കരിക്കേണ്ടത്, വായിബായ ഞങ്ങൾ മക്കയിൽ വായിബായ മയ്യത്ത് നിസ്കാരം ഇന്ന് നിശ്ചയിച്ചിട്ടുണ്ട്, അതിൽ കുളിപ്പിച്ചു കഴിഞ്ഞു എന്നറിയാനാണ് വിളിച്ചത്. പരിശുദ്ധ മക്കയിൽ വലിയ ജമാഅത്ത്, മദീന മുനവ്വറയിൽ ജമാഅത്ത്, അങ്ങനെ ലോകത്തെവിടെയും. അമേരിക്കയിൽ വരെ, റഷ്യയിൽ വരെ ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ പേരിൽ ജനാസ നിസ്കരിച്ചു മുസ്ലിമീങ്ങൾ. സുബ്ഹാനല്ലാഹ്. എറണാകുളം ജില്ലയിൽ ഒരൊറ്റ പള്ളിയിലെ ഒരു മൗലാന പറഞ്ഞ പോലെ താജുൽ ഉലമനെ ഞാൻ അറിയില്ല, അതുകൊണ്ട് നിസ്കരിക്കൂല. അത് ഒരു ജില്ലയിലെ എല്ലാ പള്ളിയിലും നിസ്കരിച്ചപ്പോ ഒരു പള്ളിയിലൊക്കെ പറയാ അങ്ങനെ ഒരാളെ ഞാൻ അറിയില്ല, അതുകൊണ്ട് ഞാൻ നിസ്കരിക്കില്ല. മോനറിയുന്ന കാലം വരും എന്ത് പറയാം. താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ബഹുമാനപ്പെട്ട തങ്ങൾ ഒരു സാധാരണ അഹ്ലു ബൈത്തിന്റെ മഹത്വം മാത്രമുള്ള ആൾ അല്ല. അഹ്ലു ബൈത്തിന് വലിയ മഹത്വം ഉണ്ട്. അഹ്ലു ബൈത്തിന്റെ മഹത്വം ഉള്ളതോടുകൂടെ വലിയ ആലിമ്, വലിയ ആലിമ് എന്ന് പറഞ്ഞാൽ വലിയ ആലിമ്, ഇൽമിന്റെ ബഹറായിരുന്ന താജ് തന്നെ. ഉലമാക്കളുടെ താജ് എന്ന് പേരിട്ടത് വെറുതെ അല്ല. അങ്ങനത്തെ ആലിം, വലിയ ആബിദ്, ഇബാദത്ത് ചെയ്യുന്ന ആൾ, അതിന്റെ പുറമെ മനക്കരുത്ത്, ഭയങ്കര മനക്കരുത്ത്. ഒരു മനുഷ്യനും ദുനിയാവിൽ പേടിക്കുന്ന പ്രശ്നം തങ്ങൾക്കുണ്ടായിട്ടില്ല. ഒരൊറ്റ മനുഷ്യനെയും പേടിക്കൂല. ഒരു കള്ളനെയും പേടില്ല, അക്രമിയെയും പേടില്ല, മുതലാളിയെയും പേടില്ല, ഒരു മനുഷ്യനെയും പേടിക്കാത്ത ധൈര്യം. എന്തൊരു ധൈര്യമാണ്! ഞാൻ കർണാടക സ്റ്റേറ്റിൽ ചിലപ്പോഴും ബഹുമാനപ്പെട്ട തങ്ങളവിടെ പരിപാടിക്ക് പോകാറുണ്ട്. ഒരു ദിവസം ഞങ്ങൾ പരിപാടി കഴിഞ്ഞ് വരുമ്പോൾ അവിടെ എല്ലാം RSSകാരുണ്ട്, ആരൊക്കെ ഉണ്ട്, പോകുന്നവരൊക്കെ തടഞ്ഞു വെക്കുന്നുണ്ട്, കൊണ്ട് പോണ്ടെന്ന് പറഞ്ഞു. ഡ്രൈവർ ഇങ്ങനെ പറഞ്ഞപ്പോ വിടടാ മുന്നോട്ട് എന്ന് പറഞ്ഞു. ഞങ്ങൾക്കൊക്കെ പേടിയുണ്ട്. പറഞ്ഞ പോലെ തന്നെ കുറെ മുന്നോട്ടെത്തിയപ്പോൾ അവിടെ ചെറിയ ഒരു സംഘട്ടനത്തിന്റെ സമയമാണ്. ഹിന്ദുക്കൾ മുസ്ലിമീങ്ങൾ തമ്മിൽ സംഘട്ടനം. ഹിന്ദുക്കൾ മുസ്ലിമീങ്ങളൊക്കെ തടഞ്ഞു വെക്കുന്ന എന്തോ ചെയ്യും. ഞങ്ങളവിടെ എത്തി, കാറ് തടഞ്ഞു. അവര് ഇത് ഉള്ളാളത്തെ ഗുരുക്കളാണ് എന്ന് പറഞ്ഞു. ഗുരുക്കൾ എന്നാണ് അവിടെ കർണാടക. എല്ലാവരും മാറ്റിക്കൊടുക്കട, കല്ല് മാറ്റിക്കൊടുക്ക്, റോഡിൽ തടസ്സം മുഴുവനും മാറ്റിക്കൊടുക്കുന്ന അവർ തന്നെ തമ്മിൽ പറഞ്ഞു. എല്ലാ തടസ്സങ്ങളും മാറ്റി. ഞങ്ങൾ ഇങ്ങോട്ട് പോകും വിറച്ചിട്ട് അവരെ വരാൻ കഴിയില്ല. പക്ഷെ തങ്ങളുടെ ഡ്രൈവറോട് പറഞ്ഞു വിടടാ അങ്ങോട്ട്. ഒറ്റപ്പറത്തിൽ ആ ഒരൊറ്റ വാക്കുകൊണ്ട് പോന്ന് അവിടെ എത്തിയപ്പോ എല്ലാവരുടെയും കൽബിൽ ഉള്ളാളത്തെ തങ്ങളാണെന്ന് പറയുമ്പോൾ അവര് പോയിക്കോട്ടെ എന്ന് പറയുന്ന ആ ഒരവസ്ഥ ഇത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ മനക്കരുത്ത്, വല്ലാത്ത മനക്കരുത്ത്.
ഞങ്ങൾ ഈജിപ്തിൽ പോയിരുന്നു. 2 പ്രാവശ്യം ഞാനും ബഹുമാനപ്പെട്ട തങ്ങളവറുകളും മിസ്റിൽ സമ്മേളനത്തിന് പോയിട്ടുണ്ട്. ഗവൺമെന്റിന്റെ വക റബിയുൽ അവ്വലിൽ നടക്കുന്ന മൗലിദ് സമ്മേളനം ഉണ്ടാവും. ഇവിടെ ഏതെങ്കിലും മൂലയെ കുത്തിരുന്നിട്ട് നിമിതങ്ങൾ മൗലൂദ് വെച്ചിരുന്നോ, സാഹബത്ത് മൗലൂദ് വെച്ചിരുന്നോ, ഇമാമികൾ മൗലൂദ് വെച്ചിരുന്നോ, ആരെങ്കിലും ചോദിക്കുന്നത് അത് ലോകത്ത് മുസ്ലിമീങ്ങൾക്ക് ഒരു പ്രശ്നമല്ല. എല്ലാ സ്ഥലത്തും മൗലിദും റസൂലുള്ളാഹിന്റെ മദ്ഹും പറയുന്ന മജ്ലിസുകളാണ്. അപ്പൊ ഈജിപ്തിൽ ഗവൺമെന്റിന്റെ ആഭിമുഖ്യത്തിൽ തന്നെ നടത്തുന്ന മൗലിദ് എല്ലാ കൊല്ലവും നടക്കും. അതിൽ ക്ഷണിക്കപ്പെട്ടപ്പോൾ ഞാനും തങ്ങളും 2 പ്രാവശ്യം പോയിട്ടുണ്ട്. അങ്ങനെ സമ്മേളനം നടക്കുന്നതിന്റെ ഇടക്ക് നമുക്കൊന്ന് സയ്യിദുൽ ബദവി തങ്ങളെ സിയാറത്ത് ചെയ്യാൻ പോകണം. പിന്നെ അഷൈഖ് ഇബ്രാഹിം ദസൂഖി തങ്ങളെ സിയാറത്ത് ചെയ്യാൻ പോകണം. അതിനെന്താണ് വഴി എന്നിങ്ങനെ ഞങ്ങൾ ആലോചിച്ചിട്ട് ഒരു വഴിയുമില്ല. അന്ന് ഇസ്കന്ദരിയ എന്ന സ്ഥലത്താണ് സമ്മേളനം. ആ സമ്മേളനത്തിൽ നിന്ന് 200 വരുന്ന കിലോമീറ്റർ ദൂരമുണ്ട് കൈറോവിലേക്ക്. ഈ ഇസ്കന്ദരിയയിൽ നിന്ന് മടങ്ങിപ്പോകുമ്പോ നമുക്ക് സിയാറത്തിന് പോകാമെന്ന് തങ്ങൾ പറഞ്ഞു. അങ്ങനെ ഗവൺമെന്റിനോട് പോലീസുകാരോടൊക്കെ ചോദിച്ചപ്പോ സമ്മേളനത്തിന്റെ അടുക്ക് ഇപ്പൊ ദൂരമായതുകൊണ്ട് പോയിക്കൂടാ, വിഷമുണ്ട് എന്ന് പറഞ്ഞു. ഏതെങ്കിലും ആവട്ടെ, ഞമ്മക്കവിടെ പോകണം. ഇസ്കന്ദരിയിൽ നിന്ന് പുറപ്പെട്ട് കുറെ ഇങ്ങോട്ട് ഓടിയെത്തി. ഇനി സയ്യിദുൽ ബദവി തങ്ങളെയും ഇബ്രാഹിം ദസൂഖി തങ്ങളെയും സിയാറത്ത് പോകണല്ലോ, ഞമ്മക്ക് പോകണ്ടേ? ഞാൻ തങ്ങളോട് ചോദിച്ചു. തങ്ങൾ പറഞ്ഞു പോകണം. ഡ്രൈവറോട് പറഞ്ഞു, നീ ഒന്ന് അവിടെ ആക്കിത്തരുമോ? ആക്കിത്തരൂല, എന്റെ പണി പോയി പോകും. ഞാൻ പോകുന്നതൊക്കെ എല്ലാ സ്ഥലത്തും വിളിച്ചു പറയണം. സാരല്ല, അതെന്റെ പണി പോവില്ല, ഇനി പോവോ? ഇല്ല. ഞങ്ങൾ ഒരു യാസീനോദി തീരാനായപ്പോൾ ഡ്രൈവർ പറയുന്നു, എന്റെ പണി പോയാൽ മണ്ടിയില്ല, ഞാൻ വരാം. ഈ തിരിക്കേണ്ട സ്ഥലത്തെത്തിയപ്പോ അവൻ പറഞ്ഞ്, തിരിക്കാൻ നമുക്ക് പോകാം. അൽഹംദുലില്ലാ, ഞങ്ങൾ അവിടെ 2 സ്ഥലത്തും പോയി സിയാറത്ത് ചെയ്ത് മടങ്ങി വന്ന് യാതൊരു പ്രശ്നവും ഇല്ല. അങ്ങനെ പിന്നത്തെ 2ാമത്തെ പോക്കിലും അവിടെ സിയാറത്തിന് പോകണം. അത് ഈജിപ്തിൽ തന്നെയാണ് സമ്മേളനം നടക്കുന്നത്. സമ്മേളനം നടക്കുമ്പോൾ നമുക്കൊന്ന് പോകണമല്ലോ. ഇന്നിപ്പോ ഇടയ്ക്ക് ഒരു ചെറിയ ഒഴിവുള്ള ദിവസമാണ്, നമുക്ക് വിഷയം അവതരിപ്പിക്കാനൊന്നുമില്ല. അവിടെ തൽക്കാലം നമുക്കൊന്ന് സിയാറത്തിന് പോകാതെ. പോകണമെങ്കിൽ മന്ത്രിയുടെ സമ്മതം കിട്ടണം. മന്ത്രിയെ കാണാനും പ്രയാസമാണ്. ചോദിച്ചാൽ തന്നെ അവർക്ക് സെക്യൂരിറ്റി പ്രശ്നമുള്ളത് കൊണ്ട് സമ്മതം കിട്ടാനും പ്രയാസമാണ്. ഏതായാലും ഇങ്ങനെ ഞങ്ങൾ ചർച്ച ചെയ്തപ്പോ ഞാൻ തങ്ങളോട് പറഞ്ഞു, നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോയിട്ട് ഇരിക്കുന്ന സ്ഥലമുണ്ട്, എല്ലാവരും ഇരിക്കും. അപ്പൊ കുറച്ച് VIP-ക്കാര് ഒരു ഭാഗത്തിരിക്കും, ബാക്കിയുള്ളവരല്ലാത്ത ഭാഗത്തിരിക്കും. അപ്പോ ഞങ്ങൾ 2ആളെയും ഇരുത്തിയത് ഈ VIP ഭാഗത്തായി ഇരുത്തിയത്. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ
പെട്ടെന്നതാ വരുന്നു വഖഫ് മന്ത്രി വന്നിട്ട് ഞങ്ങൾ രണ്ടാളും ഇരിക്കുന്ന കസാലിന്റെ അപ്പുറത്തെ കസാൽമല്ലിരിക്കുന്നു. അപ്പോ ഞാൻ മെല്ലെ തങ്ങളോട് പറഞ്ഞു, മന്ത്രി വന്നിട്ടുണ്ട്, നമ്മളൊന്ന് പറഞ്ഞു നോക്കുക, സമ്മതം കിട്ടും. വേഗം പറയും, ഇപ്പൊ സമ്മതം കിട്ടുമെന്ന് പറഞ്ഞു. മന്ത്രിയോട് പറഞ്ഞു, ഞങ്ങൾക്ക് സിയാറത്തിന് പോകണം. അയാള് പറഞ്ഞു, സെക്യൂരിറ്റി പ്രശ്നമാണ്, വലിയ ഗൗരവമാണ്, എന്തായാലും പോകണമെന്ന് പറഞ്ഞപ്പോ ഉടനെ അദ്ദേഹം എഴുതി, ഞങ്ങളെ മുമ്പിൽ ഒരു വണ്ടി, പിന്നിൽ വേറെ വണ്ടി, പോലീസുകാരെ നിറച്ചും വെച്ചുകൊണ്ട് പോയിക്കോളി എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ അനുവദിച്ചു. സുബ്ഹാനല്ലാഹ്. അവിടെ അങ്ങോട്ട് ചെന്നിട്ട് സയ്യിദുൽ ബദവിന്റെ അടുക്കൽ ചെന്നപ്പോ അവിടെ സാധാരണ ആളുകൾ സിയാറത്ത് ചെയ്യുന്ന സ്ഥലമുണ്ട്, അതിന്റെ ഉള്ളിൽ വേറെ ഒരു കെട്ടുണ്ട്, അവിടെ ആരെയും കടത്താറില്ല. പക്ഷേ ഞങ്ങൾ ഗവൺമെന്റിന്റെ അതിഥിയായതുകൊണ്ടും പോലീസിന്റെ സെക്യൂരിറ്റിയോടുകൂടി വന്നതുകൊണ്ടും ആ വാതിലും കൂടി തുറന്നു തന്നിട്ട് ഞങ്ങളോട് പറയുന്നു, നിങ്ങൾ ഇഷ്ടം പോലെ സിയാറത്ത് ചെയ്തോളൂ. ബഹുമാനപ്പെട്ട സയ്യിദുൽ ബദവി തങ്ങളുടെ അടുക്കൽ ഇമാം ഷഅറാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ സിയാറത്തിന് വന്നാൽ കൈവച്ച് നിൽക്കുന്ന ഒരു ചെറിയ ഓട്ടയുണ്ട്. ആ